السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. ഹിജ്റ 2-ാം വർഷം റമളാൻ മാസത്തിൽ ഇസ്ലാമിനെ തകർക്കാൻ പുറപ്പെട്ട മക്ക ഖുറൈശികളും മുസ്ലിങ്ങളും തമ്മിൽ മദീനക്കടുത്തുള്ള ബദറിൽ വെച്ച് നടന്ന ഏറെ പ്രാധാന്യമുള്ള ഒരു യുദ്ധമാണ് ബദർ യുദ്ധം. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മുസ്ലിങ്ങളിൽ എല്ലാവരും ബദരീങ്ങളാണ്. അവർക്ക് വലിയ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും സ്വർഗത്തിൽ അത്യുന്നത പദവികളും ഉണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ബദർ യുദ്ധത്തിൽ വലിയ വിജയമാണ് മുസ്ലിങ്ങൾക്ക് നേടാനായത്. അതിനെക്കുറിച്ച് അല്ലാഹു പറയുന്നത് ഇങ്ങനെയാണ്: ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് ഇസ്തിഗാസ ചെയ്ത അഥവാ സഹായം തേടിയിരുന്ന ഒരു സന്ദർഭം ഓർക്കുക. തുടരെയായി 1000 മലക്കുകളെ അയച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സഹായം നൽകുന്നതാണെന്ന് അവൻ അപ്പോൾ നിങ്ങൾക്ക് മറുപടി നൽകി. പ്രിയമുള്ളവരെ, ശത്രുക്കളുടെ 1/3 മാത്രം ഉണ്ടായിരുന്ന മുസ്ലിം സമൂഹത്തിന് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വിജയം കൈവരിക്കാൻ സാധിച്ചത് അവർക്ക് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയും അതിനുത്തരമായി മലക്കുകളെ അയച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സഹായവുമാണെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹുവിലേക്കാണ് ഉയരേണ്ടത് എന്നാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പാഠം. എന്നാൽ ഖേദകരം എന്ന് പറയട്ടെ, റമളാൻ 17 ബദരീങ്ങളെ ഓർക്കാൻ എന്ന പേരിൽ ബദരീങ്ങളുടെ ആണ്ട് കഴിക്കുകയും ബദർ മാലയും ബദർ മൗലിദും ആലപിക്കുകയും അതിലൂടെ ബദരീങ്ങളോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഏറെ ദുഃഖകരമായ അവസ്ഥ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട്. എന്നാൽ വിശ്വാസികളായ നാം ഓരോരുത്തരും ബദരീങ്ങൾ ഏത് റബ്ബിനോടാണ് പ്രാർത്ഥിച്ചത് ആ റബ്ബിനോട് പ്രാർത്ഥിക്കുവാനാണ് ശ്രമിക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.